നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ ജില്ലയിലെ LDF ക്യാമ്പ് ആവേശത്തിൽ. പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാകാൻ കഴിയുമോ എന്ന ആശങ്കയിൽ UDF. ആനക്കല്ലിൽ യുവതിയെ ഭർതൃവീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവിണിശ്ശേരി സ്വദേശിനി കുന്നത്തുവളപ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള ഉണ്ണിമായയാണ് മരിച്ചത്. ഭർത്താവ് ശിവപ്രസാദ് പോലീസ് കസ്റ്റഡിയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ശീവേലി നടന്നു. വിളക്കാഘോഷം രാത്രി നടക്കും. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള പരമാധ്യക്ഷൻ പരിശുദ്ധ മാർ ആവാ തൃതീയൻ പാത്രിയാർക്കസിന്റെ തൃശൂർ സന്ദർശനം തുടരുന്നു. ഇന്നും നാളെയുമായി വിവിധ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കെടുക്കും. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങി. ബുധനാഴ്ച പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭാഗത്താണ് നിർമ്മാണം തുടങ്ങിയത്. ടൈൽ പണിക്കിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ചിറക്കൽ ഇഞ്ചമുടി മാട്ടുമ്മൽ പൈപ്പോത്ത് 36 വയസ്സുള്ള നിജിൽ ബാബുവാണ് മരിച്ചത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ ഇടവക ദിനാഘോഷവും മെഗാമാർഗംകളിയും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5 നടക്കുന്ന ദിവ്യബലിക്ക് രാമനാഥപുരം രൂപതാ മെത്രാൻ പോൾ ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. 18-ന് രാത്രിയിലാണ് കാവുങ്ങൽ വീട്ടിൽ സിൽജോയുടെയും ജോൺസിയുടെയും മക്കളായ അനോഷിനും ആൽജോയ്ക്കും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത്. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 11ാമത് സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D എമർജിംഗ് തൃശൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേള മെയ് 8-ന് തൃശൂരിൽ നടക്കും. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായി ശക്തൻ നഗർ ഗ്രൗണ്ടിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മെഗാ തൊഴിൽ മേള നടക്കുന്നത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച MS മണികണ്ഠന് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സംഘടനയായ അലേർട്ട് കൊടുങ്ങല്ലൂർ തണ്ണീർ പന്തൽ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ അനുമോദിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി ജോസഫ്, PTA പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. വേനൽ ചൂടിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന കൊടകര റോട്ടറി ക്ലബ്ബും കൊടകര പഞ്ചായത്തും സംയുക്തമായി സംഭാര വിതരണം തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആരംഭിച്ച സംഭാര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളിക്കുളങ്ങര യൂണിറ്റിന്റെ 43ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ തെക്കേ പടവിൽ കൊയ്ത്തു തുടങ്ങി. ഒരാഴ്ച കൊണ്ട് കൊയ്ത്തു പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ അട്ടിമറിച്ച ഇടതു വലതു മുന്നണികളുടെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ റാലി സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും അവധിക്കാലം സൃഷ്ടിപരമായി വിനിയോഗിക്കുന്നതിനും വേണ്ടി ചിറമനേങ്ങാട് കോൺക്വാഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി 8ാം വാർഡിലെ മൈത്രി അംഗനവാടിയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരി KK രത്നവല്ലിക്ക് യാത്രയയപ്പ് നൽകി. സലഫി മദ്രസ ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പുള്ള മനക്കുടിയിൽ ഊരാളിപ്പാടി കാർണിവൽ നാളെ ആരംഭിക്കും. വിവിധ കൂട്ടായ്മകളുടെ സഹകരണത്തോടെ മനക്കുടി കിഴക്കുപുറത്ത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള സംഭാര വിതരണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ, സേവാഭാരതി എന്നിവരുടെ നേതൃത്വത്തിൽ കിഴക്കേ നടയിൽ വിവിധ സ്ഥലങ്ങളിലായി രാവിലെ മുതൽ ശീവേലി കഴിയുന്നതുവരെ സംഭാരണ വിതരണം നടത്തും. തലക്കോട്ടുകര ബാലകൃഷ്ണപ്പടിക്ക് സമീപം ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പ്രതുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭയിൽ മാലിന്യ സംസ്കരണത്തിന് 6 വാഹനങ്ങൾ വാങ്ങി. 60 ലക്ഷം രൂപ ചെലവിട്ടാണ് വാഹനങ്ങൾ വാങ്ങിയത്. ആർത്താറ്റ് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തേനീച്ച വളർത്തൽ പരിശീലനം സംഘടിപ്പിച്ചു. തേനീച്ച കർഷകൻ ബിജു സെബാസ്റ്റ്യൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയും ആയുർവേദ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യോഗ സമ്മർ ക്യാമ്പിന് തുടക്കമായി. ആയുർവേദ ആശുപത്രിയിൽ നടന്ന ആദ്യദിന ക്യാമ്പിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ജവഹർ സ്ക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട് നവീകരിക്കുന്നു. മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. അരിമ്പൂരിൽ വീട്ടിലെ ശുചിമുറിയിൽ പാമ്പിനെ കണ്ടെത്തി. പുതിയ മഠം വീട്ടിൽ രാജ്മോഹൻ നായനാരുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ VP ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TG സുബിൻ അധ്യക്ഷത വഹിച്ചു. കോണത്തുകുന്ന് കൊടക്കാപ്പറപ്പ് മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവത സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. സപ്താഹം നാളെ സമാപിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.